നമസ്കാരമുണ്ട്. അശ്വതിയാണ്. ഡിസംബർ 31 എല്ലാവർക്കും ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. കഴിഞ്ഞു പോയ വർഷം എങ്ങനെ എന്നൊക്കെ നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് അടുത്ത വർഷത്തേക്ക് പ്ലാനിങ് ഒക്കെ ഇട്ട് സെറ്റാക്കുന്ന ഒരു സമയം. എനിക്കിത് കുറച്ച് കൂടുതൽ പ്രത്യേകതയാണ്. കാരണം ഡിസംബർ 31 ഞാൻ എൻ്റെ യോഗ പഠിപ്പിക്കുന്നത് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങിയത്. 2018 ഡിസംബർ 31 ഞാൻ യോഗ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. 6 വർഷമായി. അപ്പോൾ ഡിസംബർ 31 എനിക്കെപ്പോഴും ഓരോ വർഷം ആനിവേഴ്സറി വരുന്ന ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ വർഷങ്ങൾ സാധാരണ ജീവിതത്തിനൊപ്പം യോഗയിൽ കഴിഞ്ഞൊരു വർഷം എങ്ങനെ ഇപ്പോൾ ആണെങ്കിൽ 6 വർഷമായിട്ട് എങ്ങനെ പോകുന്നു എന്നൊക്കെ ഇരുന്ന് ആലോചിക്കുന്ന ഒരു സമയം. വലിയ സന്തോഷമാണ്. 2 പേരെ വെച്ച് ക്ലാസ് തുടങ്ങിയതാണ്. മാമനും അടുത്ത വീട്ടിലെ ചേച്ചിയും. ആരെങ്കിലും പഠിക്കാനും വരണമല്ലോ, നമ്മൾ പഠിച്ചത് കൊണ്ടായില്ല. അവർ രണ്ടുപേരുമാണ് ധൈര്യമായിട്ട് ഒന്ന് പഠിപ്പിക്കൂ, അല്ലെങ്കിൽ യോഗ പഠിച്ചതല്ലേ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് വന്നത് ധൈര്യമായിട്ട്. അപ്പോൾ അവരുള്ളത് കൊണ്ടാണ് എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ തുടങ്ങിയതാണ്. പതുക്കെ പതുക്കെ പലരും അറിഞ്ഞും ഒക്കെയും വരാൻ തുടങ്ങി. ഒരു ഉറപ്പുമില്ലാതെ തുടങ്ങിയ ഒരു പ്രൊഫഷനാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നോ, ഇതിൽ നിന്നൊരു ജീവിതവും വേണമല്ലോ നമുക്ക്, അതിൽ നിന്നൊരു ജീവിക്കാനുള്ളൊരു മാർഗം ഉണ്ടാവുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചതല്ല. എങ്കിലും അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള മനസ്സിൻ്റെ ഒരു ഇത് കാരണം തുടങ്ങി. ഒരു വർഷത്തേക്ക് ശ്രമിച്ചെങ്കിലും ഒരു വർഷമാണ് മനസ്സിൽ വെച്ചിരുന്ന സമയം. പക്ഷേ ഈശ്വരാനുഗ്രഹം ഇതായിരുന്നു നമുക്ക് ചെയ്യേണ്ട മേഖല എന്ന് മനസ്സിലായി. പൂർണ്ണമായി ഇപ്പം 6 വർഷമായിട്ട് വിചാരിച്ചതിലും ഭംഗിയായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ധാരാളം പേരെ യോഗയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. കുറച്ചധികം വ്യത്യാസങ്ങൾ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ചെറിയ രീതിയിൽ പലരിലൂടെയും എത്തിക്കാൻ സാധിച്ചു. ആരോഗ്യമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ യോഗയാണ് എനിക്കതിനുള്ള മീഡിയം. അപ്പം എന്നെ ഞാൻ അറിഞ്ഞ ഒരു ദിവസം, അല്ലെങ്കിൽ ഞാൻ അറിയാൻ തുടങ്ങിയ ഒരു ദിവസമാണ് ഡിസംബർ 31. അപ്പോൾ ഇനിയുള്ള സമയങ്ങൾ, ഇനി വരുന്ന വർഷത്തിലും കൂടുതൽ പഠിക്കണം എന്നാഗ്രഹമുണ്ട്. പഠിത്തം ഒരിത്തിരി പിറകെ പോയോ എന്ന് സംശയമുണ്ട്. അപ്പോൾ കൂടുതൽ യോഗയെപ്പറ്റി പഠിക്കണം, അതിൽ കൂടുതൽ അറിവുകൾ നേടണം, അതാദ്യം എത്തിക്കണം, സ്വന്തം അതെത്തിക്കണം, എന്നിട്ട് കുട്ടികളിലേക്ക് കൂടുതലായി എത്തിക്കാൻ സാധിക്കണം. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളാണ് എനിക്ക് അടുത്ത വർഷത്തേക്കുള്ളത്. ഇതെല്ലാം സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വർഷം വീഡിയോ എടുക്കാതിരിക്കും ഇതൊക്കെ ചെയ്തു എന്നൊരു സന്തോഷം ഉണ്ടാവണം എന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷം. ഒപ്പം നിൽക്കുന്നതിന്, കൂടെ നിൽക്കുന്നതിന്, പ്രാർത്ഥനകൾക്ക്, എല്ലാത്തിനും നമസ്തേ.